ഇപ്പൊ മനസ്സിലായോ ഋതിക നിനക്ക്? അംബികയും മകനെയും അങ്ങനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. നീ വാടാ. നമ്മളിനി എന്ത് ചെയ്യും രാജു? നമുക്ക് നോക്കാം മാഡം, എന്താ ചെയ്യാൻ പറ്റുമെന്ന്. തൽക്കാലം ദിവ്യയും കുഞ്ഞിനും കൊണ്ട് മാഡം ഗസ്റ്റ് റൂമിലോട്ട് ചെല്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. ചെല്ലും മാഡം. ദിവ്യേ വാ, വിഷമിക്കാതെ. രാജു, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി തിരുമേനെ. രാജു, പ്രതാപേട്ടന്റെ മേൽനോട്ടത്തില് DNA ടെസ്റ്റ് നടത്തിയത് കുഞ്ഞ് ദീപകിന്റേതാണെന്ന് തെളിയില്ലേ? ഇത്രയൊക്കെ അംബിക മാഡത്തിനും ദീപക്കിനും ചെയ്യാൻ കഴിയുമെങ്കിൽ ആ DNA ടെസ്റ്റും അവർക്ക് അട്ടിമറിക്കാൻ കഴിയും. നമുക്ക് നോക്കാം മാഡം, എന്ത് ചെയ്യാൻ കഴിയുമെന്ന. ആ കുഞ്ഞിന്റെ നല്ലതിനു വേണ്ടി നമുക്ക് പോരാടാം. അമ്മേ, സത്യം പറഞ്ഞ ഇപ്പോഴും ഒരു ആശ്വാസമായത്. ആ എരണം കെട്ടവള് തലേന്നൊന്നും ഒഴിഞ്ഞല്ലോ. എന്നാലും അമ്മയുടെ മാസ്റ്റർ പ്ലാൻ ബ്രില്യന്റ് ആയിരുന്നു. അമ്മയുടെ ബുദ്ധി സമ്മതിച്ചെന്നേ പറ്റൂ. കറക്റ്റ് സമയത്തല്ലേ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ആ ഡോക്ടറുടെ എൻട്രി. ആ രാജു DNA റിപ്പോർട്ടുമായിട്ട് വന്നപ്പോ ഞാൻ പെട്ടു തന്നെ വിചാരിച്ചതാ. എല്ലാവരുടെ മുന്നിലും എനിക്കൊരു അച്ഛനാവാൻ കഴിയില്ലെന്നൊരു നാണക്കേട് ചുമക്കേണ്ടി വന്നെങ്കിലും അതിലും വലിയൊരു പിഴപ്പ് തലേന്ന് പോയതിന്റെ സമാധാനത്തിലാ ഞാൻ. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? എനിക്കൊരു അച്ഛനാവാൻ കഴിയില്ലെന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഋതികയെ കല്യാണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുമ്പോ ഈ ഒരു കാര്യം പറഞ്ഞ് അമ്മാവൻ എതിരെ നിൽക്കില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ. ആ സിറ്റുവേഷൻ അത് നമുക്ക് അപ്പ ഹാൻഡിൽ ചെയ്യാം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കമ്മ വിശ്വാസ. അമ്മ ഒരു ബുദ്ധിരാക്ഷസിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മേ, ഞാൻ കാര്യം പറയട്ടെ. എനിക്കാണെങ്കിൽ അമ്മയെ പുകഴ്ത്തി പറഞ്ഞിട്ട് മതിയാവുന്നില്ല. അത്രയ്ക്കേ ഞാനിവിടെ കിടന്ന് വീർപ്പൂട്ടുമായിരുന്നു. അവളും അവളുടെ ഒരു കുഞ്ഞുവാവേ, മനുഷ്യന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നോ? നേരെ ഇരുട്ടിക്കഴിഞ്ഞാൽ തുടങ്ങും അതിന്റെ നിലവിളി. അതിനൊന്ന് ഉറക്കാനായിട്ട് അടുത്തതിന്റെ പദ്യപരായണാണെങ്കിൽ വേറെ. അത് കഴിഞ്ഞാ പിന്നെ തൂറ്റലായി, പെടുക്കലായി, പിന്നെ കോരലായി. സത്യം പറഞ്ഞ എന്റെ മുറി ഒരു സെപ്റ്റിക് ടാങ്ക് പോലെയായി. എന്തായാലും ആ മുറിന്ന് രണ്ടും ഇറങ്ങിക്കിട്ടിയല്ലോ, അത് മതി തൽക്കാലം. എനിക്കറിയാം അമ്മ ഇതുകൊണ്ടൊന്നും നിർത്തില്ലാന്ന്. അമ്മയുടെ അടുത്ത പരിപാടി അവളെ ഈ വീട്ടിൽ തന്നെ പുറത്താക്കാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അമ്മേ, ഓരോ മാരണങ്ങളെ ഒഴിപ്പിച്ചു വിടുമ്പോ പുതിയ പുതിയ മാരണങ്ങൾ ഇങ്ങനെ വന്ന് കേറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ വന്ന് കേറിയിരിക്കുന്നത് ആ റോഹന. അവൻ നമുക്കിട്ട് നല്ല പണി വെക്കുന്നുണ്ട്. പക്ഷേ അമ്മ അവനെയും പൂട്ടും, മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഞാനിത്ര ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് അമ്മയ്ക്കറിയോ? എന്താ? അവന്റെ ബുദ്ധിയല്ല, എന്റെ അമ്മയുടെ ബുദ്ധി. നമുക്കെതിരെ നീങ്ങുന്ന ഓരോ കരുക്കളെയും വെട്ടി വെട്ടി നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അല്ലേ അമ്മേ? അത് ഞാൻ ഏറ്റു.
ഇല്ല മാഡം, ഇനി ഞാനിവിടെ താമസിക്കുന്നില്ല. എന്റെ കുഞ്ഞിനെ അമ്മയും കൂട്ടി ഞാൻ എന്റെ വീട്ടിലേക്ക് പൊക്കോളാം. എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ദിവ്യ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദിവ്യ ഇങ്ങനെ നിരാശപ്പെടല്ലേ. അച്ഛൻ പറഞ്ഞില്ലേ, നമുക്ക് നോക്കാം. അംബിക അമ്മായിയുടെ ഡോക്ടർ കൊണ്ടുവന്ന റിപ്പോർട്ടാണോ അതോ രാജു കൊണ്ടുവന്ന റിപ്പോർട്ടാണോ സത്യം അച്ഛൻ തെളിയിക്കും. വേണ്ട മാഡം, ഇനി ഒരു ഭാഗ്യ പരീക്ഷണത്തിനായി ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഇനി ഇവിടെ തുടർന്ന അവരെന്നെ ഉപദ്രവിക്കും. എന്റെ കുഞ്ഞ് ദീപകന്റെ അല്ലെന്ന് വരുത്തി തീർക്കാൻ അവരെന്തും ചെയ്യും. അവരൊന്നിനും മടിക്കാത്ത ദുഷ്ടന്മാരാ. ഋതിക മേഡോ വർമ്മ സാറോ ഒക്കെ ഒരിക്കലും ഉണ്ടാവരുത്. ദേ, വർമ്മ സാറിന് വേണ്ടി കുറച്ചു നാള് നിങ്ങളൊന്ന് സഹിക്കണം. ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് സ്വീകരിക്കണം. എന്ത് രാജു, എന്ത് പറ്റി? ശരിയമ്മേ, ഇവരിവിടുന്ന് പോവാണെന്നാ പറയുന്നത്. പോവുന്നോ? എവിടേക്ക്? നിങ്ങൾ എവിടേക്ക് പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതൊരു ധർമ്മത്തിന്റെ പോരാട്ടാ. ഇതിൽ നമ്മൾ ജയിക്കണം. തോറ്റു പിന്മാറുന്ന പ്രശ്നമില്ല. രാജു, ദീപകിന്റെ തന്നെയാണ് ഈ കുഞ്ഞെന്ന് രാജു തെളിയിച്ചിരിക്കണം. അമ്പേച്ചിയുടെ ദുർബുദ്ധിക്ക് ഈ കുഞ്ഞ് ഇരയാവുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. നമുക്ക് ആർക്കും പറ്റില്ല. അതെ, അത് തന്നെ യാമിനി മാഡം ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്ന. ദിവ്യ, നീ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. എന്താ മോളെ നമ്മൾ ചെയ്യേണ്ടത്? ദിവ്യ പ്ലീസ്. മാഡം എന്നോട് ഇങ്ങനെ അപേക്ഷിക്കൊന്നും ചെയ്യരുത്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് വിഷമാവും. എനിക്ക് ഏറ്റവും വിഷമം അംബിക മാഡവും ദീപക് സാറും എന്നോട് കാണിക്കുന്നതിലല്ല, അതിന്റെ ഇടയിലെല്ലാം നിന്ന് നിങ്ങൾ ഒരുങ്ങുന്നതില്ല. അതോർത്തിട്ട എന്റെ ചങ്ക് പടയുന്നത്. എല്ലാം ഈ കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരു ബാല്യത്തിലൂടെയും ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള കൗമാരത്തിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോ നഷ്ടപ്പെടലിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. ഈ കുഞ്ഞിന് അവൻ അവകാശപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടുകൂടാ. അതിനെന്തും സഹിക്കാൻ ഞാൻ തയ്യാറാ. ഈ കുഞ്ഞിന്റെ അമ്മ എന്ന നിലയിൽ നീയും അതിന് തയ്യാറാവണം. ശരി മാഡം.
ആ നിങ്ങള് ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. നിങ്ങൾ വന്നേ. വാ ദിവ്യ, വാടാ, അകത്തേക്ക് പോ. വാ. വാ. ഞാൻ വെച്ച കാർഡിന് മുകളിൽ അംബിക മാഡം അങ്ങനെ ഒരു ചെക്ക് വെക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണമായിരുന്നു. മാഡത്തിനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പിഴവുണ്ടാവില്ല. എന്താ രാജു ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല രാജു. എന്തൊക്കെ ഇവിടെ സംഭവിച്ചത്? ആ DNA റിപ്പോർട്ട് രാജു കൊണ്ടുവരുമെന്ന് അമ്മായിക്ക് നേരത്തെ അറിയായിരുന്നോ? ഇല്ല മാഡം, ഞാൻ DNA റിപ്പോർട്ടുമായിട്ട് വരുമെന്ന് അംബിക മാഡം അറിയാൻ ഒരു ചാൻസും ഇല്ല. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതുമല്ല മാഡം. പാവം ദിവ്യ കൈക്കുഞ്ഞായിട്ട് ഇപ്പൊ ദീപകിന്റെ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു. നാളെ ഇനി ദീപകിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ രാജു? ഇല്ല മാഡം, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ശ്രമിക്കാം. വർമ്മ സാറ് നടത്താൻ പോകുന്ന പരീക്ഷണത്തില് ദിവ്യയുടെ ഭാഗത്താണ് ന്യായമെന്ന് നമുക്ക് തെളിയിക്കണം. മാഡത്തിന് എന്തൊരു നിരാശ. ഒരു ഭാഗത്ത് എന്നെ വട്ടവിട്ട് പറക്കുന്ന റോഹനെതിരെയും എനിക്കെതിരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമ്മായിയും ദീപക്കും. ഇവര് തീർത്ത ചക്രവ്യൂഹത്തിന്റെ ഇടയിൽ നിന്നും ഞാൻ എങ്ങനെ പുറത്തു വരും രാജു? മാഡം അതോർത്ത് വിഷമിക്കണ്ട. മാഡത്തിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ ഉണ്ടാവൂ എന്ന്. മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ മനസ്സിലാക്കി എൻ്റെ ഒപ്പം എന്ന് നീ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ആ ഉറപ്പ് മാത്രം മതി. എല്ലാ പ്രശ്നങ്ങളും മാറി സമാധാനപരമായൊരു ജീവിതം എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഒരിക്കലും കൈവിടണ്ട മാഡം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൂരെ എവിടെയോ കാണുന്ന പ്രതീക്ഷയുടെ വെളിച്ചത്തിന്റെ പിന്നാലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം. മാഡത്തിന് കൂട്ടായി ഞാനുണ്ടാവും. തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ഓരോ പൗരനും അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആ സുദിനം. നാളെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. 16ാമത് കേരള നിയമസഭയിലേക്കുള്ള 140 സാമാജികരെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു. തിരഞ്ഞെടുപ്പിൽ നിലവിൽ ഭരണപക്ഷത്തുള്ള പാർട്ടി DDKക്ക് വിജയസാധ്യതയെന്ന് പൊതുവെ പറയപ്പെടുന്നു. എന്താ ചെയ്യണത്? ഇവരെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ വഴി? ചേട്ടാ, ആ. ഇതാ കട്ടൻ കാപ്പി. ആ, നല്ല ചൂട് കട്ടക്കാപ്പി കുടിച്ചാലേ ചിന്തിക്കാനൊക്കെ ഒരു ഉന്മേഷം വരും. അതാ നിന്നോട് ഞാൻ കട്ടക്കാപ്പി എടുക്കാൻ പറഞ്ഞേ. എന്താ ചേട്ടാ ഇത്ര കഷ്ടപ്പെട്ട് ആലോചിക്കുന്നേ? വേറെന്താ ആലോചിക്കേ? എന്റെ അളിയനെ കൊണ്ട് രമ്യ എങ്ങനെയെങ്കിലും കെട്ടിക്കാനുള്ള വഴി ആലോചിക്കുന്നത്. ആ ബെസ്റ്റ്. എന്റെ അമ്മയും അച്ഛനും അത് സമ്മതിച്ച് തരുകയും ചെയ്യും, ആ വിവാഹം നടക്കുകയും ചെയ്യും. നീ എന്താടെ അങ്ങനെ പറഞ്ഞത്? നിനക്കൊരു പ്രതീക്ഷയില്ലേ? എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അച്ഛനും അമ്മയും ഋതികയുടെ സൈഡാ. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഋതികയും രാജുവും ഒന്നാവണമെന്ന് തന്നെയാ. ചേട്ടാ, നമ്മളീ ശ്രമിക്കുന്നതെല്ലാം വെറുതെ ആവില്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചാ നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ?
വരും. അതാടി എന്റെ ടെൻഷൻ. നമ്മൾ വാങ്ങിച്ചതേ 1 2 ഒന്നുമല്ല. നിനക്കറിയാലോ എല്ലാം കൂടി തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നേ നിസ്സാര കാര്യമൊന്നുമല്ല. അയ്യോ നമ്മളിനി എന്ത് ചെയ്യൂട്ടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് 2 പേർക്കും കൂടി വഴക്കാണെന്ന് പറഞ്ഞ് അഭിനയിക്കാം. അപ്പൊ എന്താ കാര്യം എന്നറിയായി നിന്റെ അച്ഛനമ്മ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഈ മാറ്റർ പറയാം. എന്റെ അമ്മയും അച്ഛനും നമ്മൾ തമ്മിൽ വഴക്കിട്ടാലേ അച്ഛൻ നിങ്ങളെ പിടിച്ച് വീടിന് പുറത്താക്കും. അതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ? നമുക്ക് നോക്കാടി. എന്നാ നിങ്ങൾ എന്താന്ന് വെച്ചി? എന്ത് വർത്താനോട് നീ പറയുന്നത്? നിന്നോട് ഞാൻ മധുരയിടാത്ത കാപ്പിയിലടി ചോദിച്ചത്. എങ്ങനെയുണ്ട്? നീ എന്നിട്ട് കൊണ്ടുവന്നെന്താ? മധുരം ഇട്ട കാപ്പി. ചേട്ടൻ സാധാരണ മധുരം കൂടുതലല്ലേ കുടിക്കാറ്? ഇതിപ്പോ എന്താ മധുരം വേണ്ടെന്ന് പറയാൻ? ഞാൻ ചേട്ടൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. സാധാരണ എടുക്കും പോലെ തന്നെയാ കാപ്പി എടുത്തത്. ആഹാ, ഓഹോ, നീ തരതല പറയല്ലോ എന്റെ അടുത്ത്. ഒരു ഉത്തരവാദിത്തം നിനക്ക്. കാപ്പിയിൽ മധുരം ഇടാതല്ലേ ഞാൻ ചോദിച്ചത്? കഴുത്തിട്ട് കൊണ്ടുപോടി. നീ തരതല പറയല്ലോ എന്റെ അടുത്ത്. ശരിയാക്കി ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടി. എന്താ ചെയ്യാ? എന്താടാ നിങ്ങളുടെ വളർത്തു ദോഷം എന്നല്ല പിന്നെ എന്താ പറയേണ്ടത്? ഒരു വക പറഞ്ഞവള് കൃത്യമായിട്ട് ചെയ്യത്തില്ല. ഞാൻ ഇവളോട് വിത്തൗട്ട് കാപ്പി എടുക്കാൻ പറഞ്ഞു. ഇവള് കൊണ്ടുവന്നത് മധുരമുള്ള കാപ്പി. ഇത്രയും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഭാര്യ എങ്ങനെ ഭർത്താവിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കും? പിന്നെ എങ്ങനെ എന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും? അച്ഛാ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പെണ്ണ് വേണം. അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആയി പോകും. അൾട്ടർ ഫെയിലിയർ. കാപ്പിയിൽ പഞ്ചാര ഇടാത്തതാണോ നീ വലിയ വർത്താനൊക്കെ പറയണത്? അച്ഛൻ ഇതൊരു ചെറിയ വിഷയമായിരിക്കും, പക്ഷേ എനിക്കിതൊരു ചെറിയ വിഷയമല്ല. അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയേറെ ശ്രദ്ധിക്കാനുള്ള ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിന് സമാധാനപരമായും സക്സസ്ഫുള്ളായും അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാധമ്മ. അച്ഛൻ പറയുന്നതിന് മുമ്പ് അച്ഛൻ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കണെന്ന് രാധമ്മയ്ക്ക് അറിയാൻ പറ്റും. നീ എന്ത് പ്രാന്തടായി പറയണത്? എനിക്കിത് നല്ല ദേഷ്യം പണിട്ടാ. കാപ്പിക്ക് മധുരമില്ലെന്നും പറഞ്ഞ് നീ എന്റെ മോളെ തല്ലീതും പോരാഞ്ഞിട്ട് നീ കഥാപ്രസം പറയണം. ഞാൻ ഉദ്ദേശിക്കണതേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ അവസ്ഥയിൽ വരണം. എന്റെ അവസ്ഥ എന്റെ അളിയിലുണ്ടാകാതിരിക്കാനാ ഞാൻ എന്റെ അളിയനെ കൊണ്ട് രമ്യയെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്ന ഭേദം നേരിട്ട് മൂക്കി പിടിക്കുന്നതാ. ഞാൻ വളഞ്ഞ് മൂക്കി പിടിച്ചിട്ടൊന്നും ഇല്ല. പ്രിയമായിട്ട് ഞാൻ അല്പം സൗഹൃദപരമായി വഴക്കുണ്ടായെന്നേ ഉള്ളൂ. ഞങ്ങൾ തമ്മിലേ വഴക്കുണ്ടാകും, കുറച്ചു കഴിയുമ്പോ അതങ്ങ് കൂടും. അത് നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാലോചിച്ച് ഒന്നിച്ച് നീങ്ങിയ അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോ അതിനെക്കുറിച്ചൊന്നും നീ പറയണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? മറ്റു വേണ്ടെന്നാണോ അതോ നിന്റെ അളിയനെ കൊണ്ട് രമ്യയെ വിവാഹം കഴിപ്പിക്കണമെന്നാണോ? എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അളിയനെ കൊണ്ട് രമ്യയെ വിവാഹം കഴിപ്പിക്കണം. ഓ, രമ്യ അളിയന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളെല്ലാം മാറും. അതെനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഗുണം ചെയ്യും. എന്തിനാ ജയ വീണ്ടും വീണ്ടും ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നേ? നിനക്കറിയാലോ, ഇവിടെ ഞാനും വേണുവേട്ടനും ഞങ്ങളുടെ മക്കളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരിക്കലും എതിരല്ല. നീ ഇവളെ പെണ്ണ് കാണാൻ വന്നു, ഇവളെ ഇഷ്ടപ്പെട്ടു.
പ്രിയയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. എന്നിട്ടും ഇവള് നിനക്ക് വിവാഹം കഴിച്ചു തന്നു. ആ ബാധ്യത പോലും ഞങ്ങൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഞങ്ങളുടെ മകന്റെ കാര്യത്തിലും അവന്റെ ഇഷ്ടമാ ഞങ്ങളുടെയും തീരുമാനം. അപ്പോ നമ്മൾ രുക്മിണി ആന്റിക്ക് രമ്യക്ക് കൊടുത്ത വാക്കോ? സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മകന്റെ ഇഷ്ട ഞങ്ങൾക്ക് വലുത്. അച്ഛാ, നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് രാജു രമ്യയായിട്ടുള്ള വിവാഹം. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. ഈ മനസ്സിന്റെ ഉള്ളിലുള്ള നന്മയും സത്യസന്ധതയൊക്കെ നല്ലതാണ്. പക്ഷേ അത് കൂടുതലായി കഴിഞ്ഞാലേ പട്ടിണിയായി പോകും കുടുംബം. എടാ പൊന്നുമോനെ, നീ പ്രിയെ വിവാഹം കഴിച്ചതിന് ശേഷം എത്ര തവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്? ഇതുവരെ ഈ വീട്ടിൽ നിന്ന് നിനക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആഹാരത്തിന് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് വലിയ സമ്പാദ്യമൊന്നും വേണ്ടടാ. ആരോഗ്യമുള്ളിടത്തോളം കാലം അധ്വാനിച്ച് ജീവിക്കും. ബാക്കിയൊക്കെ മുകളിലുള്ള ദൈവം നോക്കിക്കോളും. ദൈവത്തിന് നിരക്കാത്തത് ചെയ്താ അത് രോഗങ്ങളായിട്ട് മാറും. പല പ്രശ്നങ്ങളായിട്ട് ജീവിതമാകെ കുട്ടിച്ചോറായിട്ട് മാറും. അതുകൊണ്ട് നിന്റെ വിളച്ചിലൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ.